അങ്ങനെ ഇപ്പോൾ നമ്മുടെ സൂപ്പർമാൻ ഒരു സോംബിയായി മാറിയിട്ട് ഭൂമിയിൽ വന്ന് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയതും അപ്പോൾ തന്നെ സൂപ്പർമാനെ എങ്ങനെ കൊല്ലാമെന്ന് തലപുകഞ്ഞ് ആലോചിക്കുകയാണ് സൂപ്പർ ഹീറോസുകൾ എല്ലാവരും. അങ്ങനെ ആലോചനയ്ക്ക് ഒടുവിൽ ഡേമിയൻ ഒരു പെൻഡ്രൈവ് തൻ്റെ പോക്കറ്റിൽ നിന്നും എടുത്തിട്ട് അവിടെയുള്ള ഒരു ഡിവൈസിൽ കണക്ട് ചെയ്തിട്ട് ഇത് തൻ്റെ അച്ഛനായ ബാറ്റ്മാൻ പണ്ട് സൂപ്പർ ഹീറോസുകൾ ആരെങ്കിലും ഭൂമിക്ക് നേരെ തിരിഞ്ഞ് അപകടമുണ്ടാക്കിയാൽ ആ സൂപ്പർ ഹീറോസുകളെ തോൽപ്പിക്കുവാനായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്ലാനുകളാണെന്നും എല്ലാ സൂപ്പർ ഹീറോസിനെയും വീഴ്ത്താനുള്ള പ്ലാനുകൾ ഇതിലുണ്ടെന്ന് ഡേമിയൻ എല്ലാവരോടും പറയുകയാണ്. അത് കേട്ടതും എന്നെ വീഴ്ത്തുവാനായി ബാറ്റ്മാൻ എന്ത് പ്ലാനാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ഗ്രീൻ ആരോ ഡേമിയനോട് ചോദിച്ചതും നിന്നെ വീഴ്ത്തുവാൻ പ്രത്യേകിച്ച് പ്ലാനൊന്നും ബാറ്റ്മാൻ തയ്യാറാക്കിയിട്ടില്ല എന്നും പവർഫുള്ളും അപകടകാരികളുമായ സൂപ്പർ ഹീറോസിന് വേണ്ടി മാത്രമാണ് ഈ പ്ലാനുകളെന്ന് ഡേമിയൻ ഗ്രീൻ ആരോയോട് പറയുകയാണ്. അത് കേട്ട് ഗ്രീൻ ആരോയ്ക്ക് ഒരുപാട് സങ്കടമാവുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ പ്ലാനുകളെല്ലാം നോക്കിയിട്ട് സൂപ്പർമാൻ്റെ ശരീരത്തിന് ദോഷകരമായ ക്രിപ്റ്റോണൈറ്റിൻ്റെ ഒരു കഷ്ണം ഡേമിയൻ തൻ്റെ ബെൽറ്റിനകത്ത് നിന്ന് എടുത്തതും അപ്പോൾ തന്നെ ഈ പ്ലാനുകൾ അനുസരിച്ച് ആ ക്രിപ്റ്റോണൈറ്റിനെ ഒരു ഗ്യാസാക്കി മാറ്റി സൂപ്പർമാന് നേരെ ഉപയോഗിച്ചാൽ സൂപ്പർമാനെ വീഴ്ത്തുവാൻ നമുക്ക് സാധിക്കുമെന്ന് സൈബോർഗ് എല്ലാവരോടും പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ വണ്ടർ വുമൺ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും തൻ്റെ അടുത്തൊരു കിടുക്കാച്ചി ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് ആ ക്രിപ്റ്റോണൈറ്റ് കഷ്ണം എടുത്ത് തൻ്റെ വാളുമായി ഉരുക്കി ചേർക്കുകയാണ്. എന്നിട്ട് ഇനി ഈ ക്രിപ്റ്റോണൈറ്റ് വാളുകൊണ്ട് താൻ സൂപ്പർമാനെ കൊല്ലുമെന്ന് പറഞ്ഞ് വണ്ടർ വുമൺ അവിടുന്ന് പോവുകയാണ്. വണ്ടർ വുമണിൻ്റെ പുറകെ സൈബോർഗും ബ്ലാക്ക് കാനറിയും പോകുന്നുമുണ്ട്. ഇതേ സമയം ഇപ്പോൾ ഭൂമിയിൽ നിന്നും എല്ലാവരെയും കൊണ്ട് പോകുവാനായി സൂപ്പർ ഹീറോസുകൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ആ രണ്ട് വലിയ സ്പേസ് ഷിപ്പുകളുടെ അടുത്തേക്ക് ബാക്കിയുള്ള സൂപ്പർ ഹീറോസുകൾ പോയിട്ട് ആ രണ്ട് സ്പേസ് ഷിപ്പുകളിലേക്കും സോംബികളാവാത്ത പാരഡൈസ് ഐലൻഡിലും ഗോതം ജംഗിളിലുമുള്ള ആളുകളെ എല്ലാം കയറ്റുകയാണ്. കുറേ പേര് ആ രണ്ട് സ്പേസ് ഷിപ്പുകളിലും കയറി ഭൂമിയിൽ നിന്ന് പോകുവാൻ തയ്യാറാവുന്നില്ല. പോയിസൺ ഐവിയും ഹാർലി ക്വീനും പിന്നെ ആമസോൺസും അതിന് തയ്യാറായില്ല. മാത്രമല്ല രണ്ടാമത്തെ സ്പേസ് ഷിപ്പിൽ പാരഡൈസ് ഐലൻഡിലെ ആളുകളെ കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സോംബിയായ അക്യോമാൻ്റെ കീഴിലുള്ള സോംബികളായ അറ്റ്ലാന്റിയൻ ആർമിയും പാരഡൈസ് ഐലൻഡിൽ വന്ന് പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഗ്രീൻ ആരോ ബാറ്റ്മാൻ തന്നെ ഇതുവരെ ഒരു പവർഫുള്ളായ സൂപ്പർ ഹീറോയായി ചിന്തിക്കാത്തതിൻ്റെ വിഷമത്തിലും ദേഷ്യത്തിലും താൻ പവർഫുൾ ആണെന്ന് തെളിയിക്കുവാനായി ഒറ്റ അമ്പിൽ തന്നെ അക്യോമാനെ കൊന്നുകളയുകയാണ്. മാത്രമല്ല ബാക്കിയുള്ള അറ്റ്ലാന്റിയൻ ആർമിയോട് നമ്മുടെ വണ്ടർ വുമണിൻ്റെ ആമസോൺ ആർമിയും ഫൈറ്റ് ചെയ്തു. ആ ഫൈറ്റിൽ ഒരുപാട് ആമസോണുകൾ സോംബികളായി മാറി. അധിക നേരം ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലായ ഗ്രീൻ ആരോ അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന അക്വാമാൻ്റെ ഭാര്യയായ മീറയെയും വിളിച്ചുകൊണ്ട് ജനങ്ങളെയെല്ലാം കയറ്റിക്കൊണ്ട് സ്പേസ് ഷിപ്പുമായി ബഹിരാകാശത്തേക്ക് പോയി. അങ്ങനെ ഇപ്പോൾ രണ്ട് സ്പേസ് ഷിപ്പുകളും ബഹിരാകാശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം സോംബിയായ സൂപ്പർമാനോട് ഫൈറ്റ് ചെയ്യുകയാണ് ബ്ലാക്ക് കാനറിയും സൈബോർഗും പിന്നെ വണ്ടർ വുമണും. ആ ഫൈറ്റിൻ്റെ ഇടയിൽ തൻ്റെ ആ ക്രിപ്റ്റോണൈറ്റ് വാളുകൊണ്ട് സൂപ്പർമാൻ്റെ ഒരു കൈ വെട്ടിക്കളഞ്ഞ് ആ വാളുകൊണ്ട് സൂപ്പർമാൻ്റെ നെഞ്ചിനിട്ട് വണ്ടർ വുമൺ ഒരു കുത്തു കൊടുക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും സൂപ്പർമാൻ മരിക്കുന്നില്ല. തൻ്റെ മറ്റേ കൈ കൊണ്ട് വണ്ടർ വുമണിൻ്റെ വയർ ഇടിച്ചു തുളയ്ക്കുകയാണ് സൂപ്പർമാൻ. അന്നേരം തന്നെ വണ്ടർ വുമൺ താഴെ വീഴുകയും ചെയ്തു. പക്ഷേ പിന്നീട് ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യാതെ മറ്റേ രണ്ട് സ്പേസ് ഷിപ്പുകൾ ബഹിരാകാശത്തേക്ക് പോകുന്നത് സൂപ്പർമാൻ കണ്ടതുകൊണ്ട് സൂപ്പർമാൻ നേരെ ബഹിരാകാശത്തേക്ക് പോവുകയാണ്. അപ്പോൾ തന്നെ വയ്യാതെ കിടക്കുന്ന തൻ്റെ അടുത്തേക്ക് വന്ന ബ്ലാക്ക് കാനറിയോട് നീ പോയി സൂപ്പർമാനെ കൊല്ലാൻ പറഞ്ഞ് തൻ്റെ ക്രിപ്റ്റോണൈറ്റ് വാള് വണ്ടർ വുമൺ ബ്ലാക്ക് കാനറിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ബ്ലാക്ക് കാനറി ഒറ്റയ്ക്ക് ആ ക്രിപ്റ്റോണൈറ്റ് വാളുമായി അവിടുന്ന് പോവുകയാണ്. വണ്ടർ വുമൺ ഉടനെ മരിക്കുകയോ സോംബിയായി മാറുവാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് വണ്ടർ വുമണിനെ സ്പേസ് ഷിപ്പിലേക്ക് കൊണ്ടുപോകാത്തത്. പിന്നെ സൈബോർഗ് ഈ പ്രശ്നങ്ങളെല്ലാം താൻ കാരണമാണ് ഉണ്ടായതെന്നും അതുകൊണ്ട് താൻ വരില്ല എന്നും പറഞ്ഞ് സൈബോർഗും അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ സോംബിയായ തൻ്റെ അച്ഛനായ സൂപ്പർമാൻ ഇപ്പോൾ സ്പേസ് ഷിപ്പിന് നേരെ വരുന്നത് കണ്ടിട്ട് സൂപ്പർമാൻ്റെ മകനായ ജോനഥൻ സ്പേസ് ഷിപ്പിൽ നിന്നും പുറത്തിറങ്ങി സൂപ്പർമാൻ്റെ നേരെ പറന്നു ചെന്ന് സൂപ്പർമാനെ ഇടിച്ചു തെറിപ്പിക്കാൻ ജോനഥൻ നോക്കിയെങ്കിലും ആ ഒരു കൂട്ടിയിടിയിൽ ജോനഥൻ്റെ ബോധം പോവുകയാണ്. മാത്രമല്ല ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ബ്ലാക്ക് കാനറി വന്നതും അപ്പോൾ തന്നെ ഈ സോംബി പ്രശ്നമെല്ലാം അറിഞ്ഞ് വലിയൊരു ഗ്രീൻ ലാന്റേൺ ആർമിയും ഗാർഡിയൻസും അങ്ങോട്ടേക്ക് വരികയാണ്. സൂപ്പർമാൻ ഒരു സോംബി ആയത് കണ്ട് ആ ഗ്രീൻ ലാന്റേൺ ആർമിയും ഗാർഡിയൻസും സൂപ്പർമാൻ്റെ നേരെ ചെന്നതും അപ്പോൾ തന്നെ ഇവരെല്ലാം അറ്റാക്ക് ചെയ്യാനുള്ള സ്റ്റാമിന തനിക്കില്ല എന്ന് മനസ്സിലായ സോംബി സൂപ്പർമാൻ നേരെ സൂര്യൻ്റെ ഉള്ളിലേക്ക് ചെന്ന് സോളാർ എനർജിയെ മുഴുവൻ അബ്സോർബ് ചെയ്യാൻ തുടങ്ങുകയാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ സൈബോർഗ് പറഞ്ഞിരുന്നത് ഇവരാരും സോംബികളല്ല എന്നും ആൻറ്റി ലൈഫ് ഇക്വേഷൻ കാരണം ഉണ്ടായ പുതിയ ഭീകരജീവികളാണ് ഇവരെന്നും മറ്റുള്ളവരുടെ ജീവൻ എടുക്കുവാൻ നടക്കുന്നവരാണെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ജീവനെടുത്ത് എല്ലായിടത്തും മരണം പരത്തുവാൻ എന്ത് ചെയ്യണമെന്ന് ഇവർക്കെല്ലാവർക്കും സ്വയം ആലോചിച്ച് കണ്ടെത്തുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ സോംബി സൂപ്പർമാൻ വേഗം സൂര്യനിലേക്ക് പവർ കൂട്ടുവാനായി ചെന്നത്. പിന്നീട് ഇതേ സമയം മറ്റേ ഗാർഡിയൻസ് ആണെങ്കിൽ സൂപ്പർമാൻ ഇപ്പോൾ സൂര്യനെ മുഴുവനായി അബ്സോർബ് ചെയ്യാൻ നോക്കുന്നത് കൊണ്ട് ഉടനെ തന്നെ ഈ സോളാർ സിസ്റ്റം മുഴുവൻ തണുത്ത് ഇല്ലാതെയാകുവാൻ തുടങ്ങുമെന്നും അത് കാരണം വൈറസ് താൽക്കാലികമായി പകരാതെ തണുത്ത് കിടന്നോളുമെന്നും അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ സ്പേസ് ഷിപ്പുകളുമായി നമ്മൾ ഇവിടുന്ന് സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക്
ഭൂമിയിലേക്ക് പോകണമെന്ന് ഗാർഡിയൻസ് ബ്ലാക്ക് കാനറിയോടും മറ്റുള്ളവരോടും പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും അവിടുന്ന് പുതിയ മറ്റൊരു ഭൂമിയെ തേടി പോവുകയാണ്. പിന്നീട് ഇതേ സമയം ഇപ്പോൾ സോംബിയായി മാറിയിരിക്കുന്ന വണ്ടർ വുമണിൻ്റെ കയ്യിൽ ലാസ് ഓഫ് ട്രൂത്ത് ഇട്ടിട്ട് നമ്മുടെ സൈബോർഗ് ആണെങ്കിൽ ഈ വൈറസ് ഇല്ലാതെയാക്കുവാൻ എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് വണ്ടർ വുമണിനോട് ചോദിച്ചതും അപ്പോൾ തന്നെ സോംബി വണ്ടർ വുമൺ ഒരു മരുന്നുണ്ടെന്നും ആ മരുന്നാണ് നീയെന്നും നിനക്ക് മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും സൈബോർഗിനോട് വണ്ടർ വുമൺ പറയുകയാണ്. അപ്പോൾ തന്നെ അത് കേട്ട് ഞെട്ടിപ്പോയ സൈബോർഗിന് കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ സൈബോർഗ് കാരണമാണല്ലോ ഈ വൈറസ് ഭൂമിയിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സൈബോർഗിന് തന്നെ ആ വൈറസിനെ നശിപ്പിക്കുവാൻ സാധിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു സ്വിച്ച് നോക്കി ലൈറ്റ് ഓൺ ആക്കുകയും പിന്നീട് അതേ സ്വിച്ച് നോക്കി ആ ലൈറ്റ് ഓഫ് ആക്കുന്നത് പോലെ സൈബോർഗിനും ഈ വൈറസിനെ ഇല്ലാതെയാക്കുവാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ആ കാര്യം തിരിച്ചറിഞ്ഞ സൈബോർഗ് അപ്പോൾ നേരത്തെ വൈറസ് ബാധിച്ച ആരും ഒരിക്കലും മരിക്കാൻ പാടില്ലായിരുന്നുവെന്നും അവരെയെല്ലാം തനിക്ക് രക്ഷിക്കുവാൻ സാധിക്കുമായിരുന്നുവെന്നും ഈ കാര്യങ്ങളെല്ലാം തനിക്ക് സ്പേസ് ഷിപ്പിലുള്ള ആളുകളെയെല്ലാം അറിയിക്കണമെന്ന് സ്വയം പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ഈ കാര്യം ആരും അറിയാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് സൈബോർഗിൻ്റെ തല പിഴുതെടുത്ത് വണ്ടർ വുമൺ സൈബോർഗിനെ കൊന്നുകളയുകയാണ്. അങ്ങനെ ഇപ്പോൾ ഭൂമിയെ വിട്ട് 2 സ്പേസ് ഷിപ്പുകളിലുമായി മറ്റൊരു ഭൂമിയെ തേടി പോകുന്ന സൂപ്പർ ഹീറോസുകളെയും ജനങ്ങളെയും കാണിച്ച് ഈ ഒരു കോമിക് ഇവിടെ അവസാനിക്കുകയാണ്.